ഗോവിന്ദൻ എന്റെ പേര് പറഞ്ഞില്ല. ഇല്ല, എന്റെ പേര് എം വി ജയരാജൻ പറഞ്ഞല്ല, വേറെ രണ്ടുപേരുടെ പേരാണ് പറഞ്ഞത്. അപ്പോൾ എം വി ജയരാജനെ തിരുത്തി എം വി ഗോവിന്ദൻ വന്നു. വർഗവഞ്ചകർ എപ്പോഴും വർഗവഞ്ചകരാണ്. ഇത്തരത്തിൽ തിരുത്തേണ്ടത് പാർട്ടി നേതാക്കളാണോ പാർട്ടിയാണോ? തെറ്റുപറ്റിയാൽ ആര് തിരുത്തിയാലും നല്ലതാണ്. തിരുത്താത്തവര് ചരിത്രത്തിന്റെ ചവറ്റുകൂട്ടയിലായിരിക്കും. വ്യക്തിയായാലും പാർട്ടിയായാലും ഭാരവാഹിയായാലും. എം വി ഗോവിന്ദൻ എന്റെ പേര് പറയേണ്ട യാതൊരു സാഹചര്യമില്ല. പാർട്ടിയിലേക്ക് തിരികെ എടുക്കണം എന്ന് എം വി ജയരാജൻ പറഞ്ഞത് വേറെ രണ്ടുപേരെ പറ്റിയാണ്, കുഞ്ഞിക്കണ്ണനെയും പിന്നെ ഗോവിന്ദനെ പറ്റി. എന്നെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ പേര് പറയേണ്ട യാതൊരു കാര്യവും ഗോവിന്ദനില്ല. അപ്പൊ ഗോവിന്ദന്റെ എന്താ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള വകതിരിവുകേടാണത്. ഞാൻ അയാളെ ഒന്നും പറഞ്ഞില്ല. അപ്പോ ഇങ്ങനെ പറയുന്ന ഗോവിന്ദൻ വർഗവഞ്ചകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഗോവിന്ദൻ അറിയില്ല. വർഗം എന്താണെന്ന് ഗോവിന്ദൻ അറിയില്ല. ഞാനിതൊക്കെ വിശദീകരിച്ചു. ഞാൻ യോഗങ്ങളിലൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് വർഗം, എന്താണ് വർഗവഞ്ചകൻ. ഗോവിന്ദൻ ഇതൊന്നും അറിയില്ല. വലിയ സൈദ്ധാന്തികനാണ്. നിങ്ങൾ പത്രക്കാർ കൊടുത്ത യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു ലേബൽ കൊടുക്കുക. ഒരു സൈദ്ധാന്തികനും അറിയത്തില്ലല്ലോ, അല്ലെ ഇത് പറയില്ലല്ലോ. അപ്പൊ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഒന്നിൽ ഒഴിയണം, അല്ലെ പാർട്ടി അയാളെ പുറത്താക്കണം. അതാണ് എന്റെ അഭിപ്രായം. CPM ഒരുപാട് അധപതനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും 5 ലക്ഷം അംഗങ്ങളുള്ള ആ പാർട്ടിയിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന, മാർക്സിസത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഉണ്ട്. നേതൃത്വത്തിൽ പലർക്കും പല പ്രശ്നം. അതിൽ ആ നേതൃത്വത്തിലിരുന്ന് ആ പാർട്ടിക്കെതിരായി, സ്വന്തം പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഗോവിന്ദൻ. അത് നശിക്കട്ടെ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജില്ലയായ കണ്ണൂരിൽ 5 സീറ്റ് UDF ജയിച്ചിരിക്കുന്നു. അയാൾക്ക് യാതൊരു ഉളുപ്പുമില്ല, ഒരു വിഷമവുമില്ല. പണ്ട് ഒരു സീറ്റൊക്കെ കഷ്ടിച്ച് 5 സീറ്റാണ് സ്വന്തം ജില്ലയിൽ പോയത്. അപ്പോൾ തൊഴിലാളി വർഗത്തെയും കർഷക വർഗം, ഇതാണ് വർഗങ്ങൾ. ഞങ്ങളുടെ വർഗങ്ങൾ തൊഴിലാളി വർഗവും കൃഷിക്കാരുമാണ്. എതിർവർഗം മുതലാളി വർഗം, സാമ്രാജ്യത്വ വർഗം, ബൂർഷ്വാവർഗം. മൊത്തത്തിൽ ബൂർഷ്വാവർഗത്തിന് അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് അല്ലെങ്കിൽ മുതലാളി വർഗത്തിന് സന്തോഷമുണ്ടാക്കി സ്വന്തം വർഗത്തെ പരാജയപ്പെടുത്തുന്ന ആളാണ് വർഗത്തെ വഞ്ചിക്കുന്നതെങ്കിൽ ഗോവിന്ദനാണ് വർഗവഞ്ചകൻ. സൈദ്ധാന്തികമായി ഗോവിന്ദനാണ് വർഗവഞ്ചകൻ. പ്രായോഗികമായി ഗോവിന്ദനാണ് വർഗവഞ്ചകൻ. തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചു. അതിന്റെ ആശയങ്ങളല്ല പറയുന്നത്. ഞാൻ CPM നിന്ന് പുറത്താക്കപ്പെട്ടതല്ല, ഞാൻ രാജിവെച്ചതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നപ്പോൾ അത് വർഗവഞ്ചനയാവുന്ന എങ്ങനെ? അതെങ്ങനെ? പാർട്ടി ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് മെമ്പർമാർക്ക് രാജിവെക്കാം. പക്ഷെ രാഷ്ട്രീയ കാരണങ്ങളാണെങ്കിൽ പുറത്താക്കും. രാഷ്ട്രീയ കാരണമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പുതുക്കാതെ മാറിയത് ഒത്തിരി കാലം കഴിഞ്ഞാൽ ഇതൊക്കെ വെളി വന്നത്. അപ്പോ പാർട്ടി ഭരണഘടനയിൽ തന്നെ ഒരു മെമ്പർക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉപേക്ഷിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ പാർട്ടിയിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ രാജിവെച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. രാജി അംഗീകരിക്കില്ല. ഞാൻ സ്വയം മാറിയതാണ്. പാർട്ടിയെപ്പറ്റി ഞാൻ ഒന്നും പറഞ്ഞല്ല. ഞാൻ രാജ്യം പോയി ഇതെന്ന് പറഞ്ഞതാണ്. അവരെല്ലാം അംഗീകരിച്ചതാണ്. അപ്പോൾ വർഗവഞ്ചകൻ ഗോവിന്ദനല്ലേ? പാർട്ടി ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ആളല്ലേ വർഗവഞ്ചകൻ? നാണമില്ല ആ സീറ്റിലിരിക്കാൻ. എന്താണ് അദ്ദേഹം പറയുന്ന പോലെ തിരിയുമോ നിങ്ങൾക്ക്? അദ്ദേഹം പറയുന്ന പോലെ നിങ്ങൾക്ക് തിരിയുമോ? മലയാള ഭാഷയിൽ തെറ്റില്ലാതെ പറയാൻ അറിയാവോ? കോടാനുകോടി വരുന്ന ഈ നാട്ടിലെ വിദ്യാസമ്പന്നരും പ്രബുദ്ധരും ഒക്കെ ആയിട്ടുള്ള ജനങ്ങളോട് സംസാരിക്കാൻ ഈ സെക്രട്ടറി കൊള്ളാവോ? ഗോവിന്ദനോട് കാര്യം മനസ്സിലാക്കണം. വായടക്കുന്നതാണ് നല്ലത്. ഞാൻ CH കടാരന്റെയും AKGയുടെ EMSന്റെ കാലത്ത് പാർട്ടി വന്ന ആളാണ്. ഗോവിന്ദനൊന്നും അന്ന് പാർട്ടിയിലില്ല, വളരെ ജൂനിയറാണ്. ഞാൻ ഇന്ന് വരെ ഗോവിന്ദനെതിരെ ഒരു അക്ഷരം സംസാരിച്ചു. അവസാനം കൊത്തി പുറത്ത് കയറി കൊത്തുകാണും. ഒരു കാര്യമില്ല എന്നെ പറ്റി പറയാൻ. ഞാൻ വർഗവഞ്ചകനാണ്. നിങ്ങളാണ് വർഗവഞ്ചകൻ. വർഗത്തെ ആരാണോ വഞ്ചിക്കുന്നത് അവരാണ്. ഞാൻ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചിട്ടില്ല. ഞാൻ കൃഷിക്കാരെ വഞ്ചിച്ചു. അവർക്ക് വേണ്ടിയാണ് ഇപ്പോഴും ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു പാർട്ടിയിൽ ചേർന്നിട്ട് പോലുമില്ല. കോൺഗ്രസിന്റെ ചളിക്കുണ്ടിൽ വീണമെന്ന് വേറൊരു പോൾ ബ്യൂറോ. ഞാനൊരു ചളിക്കുണ്ടിലും വീണില്ല. ഞാനൊരിടത്തും പോയില്ല. കോൺഗ്രസ് ചളിക്കുണ്ടാണെങ്കിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസും മുസ്ലിം ലീഗും DMK അടങ്ങുന്ന മുന്നണിയിലല്ലേ CPM-ഉം CPI-യും 4 പാർലമെന്റ് സീറ്റ് കിട്ടുന്നത് കോൺഗ്രസിന്റെ പിന്തുണയോടെ അല്ലേ? രാജസ്ഥാനിൽ ഒരു സീറ്റ് കിട്ടുന്നത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അല്ലേ? പറ. കേരളത്തിൽ നിന്ന് ആകെ ഒരു സീറ്റാണ് കിട്ടിയത് സ്വന്തം ശക്തി. അങ്ങനെ ഒറ്റ സീറ്റിലേക്ക് ഈ പാർട്ടിയെ കേരളത്തിൽ എത്തിച്ച ഈ ഗോവിന്ദന് നാണമില്ലേ സംസാരിക്കാൻ? ആ സ്ഥാനം രാജിവെച്ച് നോക്കണം. നിങ്ങൾ എന്തിനാണ് ഇതിന്റെ മേലിൽ ഞാൻ കടക്കരുവിനെ പോലെ കൂങ്ങിക്കിടക്കുന്നത്? പാർട്ടിയെ പറ്റി അറിയാവുന്ന പരിചയമുള്ള
എല്ലാവരും. ഞാൻ അപേക്ഷയൊന്നും കൊടുത്തില്ലല്ലോ എന്നെ എടുക്കണമെന്ന്. ഞാൻ അപേക്ഷയൊന്നും കൊടുത്ത് കാത്തിരിക്കുകയല്ലോ. ഞാൻ സ്വതന്ത്രനാണ്. ഞാൻ LDF-ലും ഇല്ല, UDF-ലും ഇല്ല. പക്ഷേ മുഖ്യമന്ത്രി സതീശന്റെ നല്ല കാര്യങ്ങൾക്ക് ഞാൻ നിയമസഭയിൽ വോട്ട് ചെയ്യും. ഗോവിന്ദന്റെ പാർട്ടിക്ക് അവിടെ ശക്തമായ പ്രതിപക്ഷമില്ല. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിലപ്പോഴേ വരുവുള്ളൂ സഭയിൽ. അദ്ദേഹത്തിന് ചില ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതെനിക്ക് മനസ്സിലാവും. പക്ഷെ അതിന് പകരം സംസാരിക്കേണ്ട ബാലഗോപാലൻ മുഖ്യമന്ത്രിയെ ശകാരിച്ച് സംസാരിച്ചത് നിങ്ങൾ കേട്ടില്ലേ നിയമസഭയ്ക്കകത്ത്? മിസ്റ്റർ ഗോവിന്ദൻ, ഇതാണോ തൊഴിലാളി വർഗ സംസ്കാരം? ഇതാണോ കർഷക സംസ്കാരം? നിങ്ങളുടെ കൂട്ടുകാരും തൊഴിലാളി വർഗത്തെയും കൃഷിക്കാരെയും നിയമസഭയിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. 10-16 വർഷം പാർട്ടിയിൽ പാരമ്പര്യമുള്ള പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയ PV മെമ്പറായ രണ്ടോടെ മുഖ്യമന്ത്രിയായ തന്റെ 3 നേതാവിനെ പറ്റി മുൻനിരയിൽ വന്നിരുന്നുകൊണ്ട് മൈക്കിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും അത് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ബാലഗോപാലൻ നടപടി എടുക്കണ്ടേ? എടുത്തോ? അപ്പോൾ നിങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ ആ വർഗപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. നിങ്ങൾ വർഗത്തെ വഞ്ചിച്ചു ഗോവിന്ദൻ. എത്ര കാലം അവിടെ ഇരിക്കാൻ പറ്റും? നിങ്ങളുടെ കീഴിൽ പഞ്ചായത്തിലെ സീറ്റ് ഒരുപാട് പോയി. നിങ്ങളുടെ കീഴിൽ ജില്ലാ പഞ്ചായത്തിൽ ആലപ്പുഴയിൽ 2 സീറ്റുണ്ടായിരുന്ന UDF-ന് ഇപ്പോൾ 8 സീറ്റായി. ബ്ലോക്കിൽ മഹാഭൂരിപക്ഷവും ആലപ്പുഴ UDF പിടിച്ചു. പാർലമെന്റിൽ അവർ ജയിച്ചു. അസംബ്ലിയിൽ 1 സീറ്റുണ്ടായിരുന്ന UDF-ന് ഇപ്പോൾ 6 സീറ്റുണ്ട്. നിങ്ങൾ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്ര ദയനീയമായ പരാജയം പാർലമെന്റിലും നിയമസഭയിലും പഞ്ചായത്തിലും. ആലപ്പുഴ മുനിസിപ്പാലിറ്റി പോയി, കായംകുളം മുനിസിപ്പാലിറ്റി പോയി, ട്രിവാൻഡ്രം കോർപ്പറേഷൻ പോയി. നിങ്ങൾ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ്. നാണമില്ലെങ്കിൽ രാജിവെച്ച് പോകണം. ആ സ്ഥാനത്തൊന്ന് മാറിക്കോണം. കേരളത്തെ ജനം, എന്റെ നാട്ടിലെ ആലപ്പുഴക്കാര് നിങ്ങൾക്ക് മറുപടി പറയണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ചാനലുകാർ വന്നത്. ഞാൻ മറുപടി പറയണമെന്ന് എഴുതാനല്ല, അവർ പറഞ്ഞ് മറുപടി പറയണം. ഇയാൾ കാരണമാണ് ഈ പുന്നപ്രയിലൊക്കെ ദോഷം. ഒറ്റ സീറ്റിന്റെ ഭൂരിപക്ഷമാണ് പുന്നപ്ര വടക്ക് പഞ്ചായത്തിൽ. കഴിഞ്ഞ തവണ 5 സീറ്റിന്റെ ഭൂരിപക്ഷമായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ. അറിയാവോ? ഇവിടുത്തെ പല പഞ്ചായത്തും പോയി, എല്ലാ പഞ്ചായത്തും പോയി, സൗത്തിലെ പോയില്ലേ എല്ലാം. അപ്പോൾ ഗോവിന്ദനെ CPM-നെ നയിക്കാൻ CPM ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കെൽപ്പില്ല, ആശയപരമായ അറിവില്ല. അദ്ദേഹം ഒരു അധികപ്പറ്റാണ് കേരള രാഷ്ട്രീയത്തിൽ. CPM-ല് പിണറായി വിജയനും MP ഗോവിന്ദനുമെതിരെ MA ബേബിയുടെയും ബാലഗോപാലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു പുതിയ ചേരി ഉയർന്നു വരുന്നു. എനിക്ക് ചേരയൊന്നും അറിയില്ല, അതൊന്നും എന്നോട് ചോദിക്കണ്ട. നല്ലൊരു രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. അത് ഗോവിന്ദൻ തിരുത്തിക്കൊണ്ടിരിക്കുന്നതാണല്ലേ. ഗോവിന്ദൻ കൂടുതൽ ഗുരുതരമായി തെറ്റ് ചെയ്യുകയാണ്. ഇയാൾ വിചാരിച്ചാൽ എങ്ങനെ ഞാൻ തെറ്റ് തിരുത്തുന്നത്? കമ്മ്യൂണിസ്റ്റുകാരെ വിചാരിച്ചാലേ തെറ്റ് തിരുത്തുന്നത്. അത് കമ്മ്യൂണിസ്റ്റാണ്. അങ്ങനെ ഇങ്ങനെ സംസാരിക്കും എന്നെ പറ്റി. ഞാൻ അദ്ദേഹത്തെ വല്ലതും പറഞ്ഞു? കയറി അങ്ങ് ആളാവുകയാണ് കസേരയിരിക്കുന്നത്. AK സെന്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ പണം പിരിച്ച് ഉണ്ടാക്കിയതാ. ഞങ്ങളും പണം പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് ധാരാളം പണം പിരിച്ചു കൊടുത്തതിന് പാർട്ടിയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് സ്വയം തിരുത്താൻ കഴിയാത്തൊരു മനുഷ്യൻ, മറ്റുള്ളവരെ വെറുതെ ശകാരിക്കുന്ന ഒരു മനുഷ്യൻ, സെക്രട്ടറി ആയ ശേഷം പാർട്ടിക്ക് യാതൊരു എഴുന്നേറ്റവും ഉണ്ടാകാത്തൊരു മനുഷ്യൻ. ഇതാണോ പാർട്ടി സെക്രട്ടറി? കേരളം കൂടെ പോയാൽ തീർന്നല്ലേ? മറ്റെവിടെങ്കിലും ഇപ്പോൾ ഉണ്ടോ ഇത്? അപ്പൊ ബേബിക്കൊക്കെ വിഷമം ഉണ്ടാവുന്നു. അഖിലേന്ത്യാ സെക്രട്ടറി അല്ലേ, അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകും. എന്റെ അടുത്ത് വിഷമമൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടാകുമായിരിക്കുമല്ലോ, സ്വാഭാവികമല്ലേ. അതൊക്കെ ബേബി ഏതൊക്കെ പറ്റി സെക്രട്ടറി അല്ല, പവർഫുൾ അല്ല. പരിശോധിക്കട്ടെ ഈ പറയുന്നതൊക്കെ ശരിയാണോ, അത്ര പറയാം. ഇതൊന്നും പറയേണ്ട എന്റെ ഉത്തരവാദിത്വമല്ല. പിണറായിക്ക് പവറിനൊന്നും ഒരു കുറവുമില്ല. കേരളത്തിലെ മോസ്റ്റ് പവർഫുള്ളായ ഒരു രാഷ്ട്രീയ നേതാവായി. പദ്ധതി സൂവില്ല, ശാരീരിക പ്രശ്നങ്ങളുണ്ട്. സൂവിലത് കിടപ്പില്ല, പ്രശ്നമുണ്ട്. ഈ ഗോവിന്ദനെ പോലുള്ളവരല്ലേ കൂടെ നിൽക്കുന്നത്. പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? പണ്ട് ഞങ്ങളുണ്ടായിരുന്നു പ്രൊട്ടക്ട് ചെയ്യാൻ. എത്ര പേരുണ്ടായിരുന്നു ഞങ്ങൾ? പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? പണ്ട് ഞാന്, ശ്രീമതി ടീച്ചറെ, EP ജയരാജൻ, അങ്ങനെ എത്ര പേരാ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടായിരുന്നു? പറ, ആരുടെ പ്രൊട്ടക്ട് ചെയ്യാനിപ്പോ? കൂടെയുള്ളവരെ ഒക്കെ ചുമക്കേണ്ട ബാധ്യതയാണ് ഇപ്പൊ പിണറായിക്ക് വന്നിരിക്കുന്നത്. ആ ഗതികേടിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറ്റി, കുടുംബത്തെ പറ്റി മനോരമ കള്ള റിപ്പോർട്ട് കൊടുത്തു കരുനാഗപ്പള്ളിയിൽ. ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. കള്ള റിപ്പോർട്ടാണ് മനോരമ കൊടുത്തത്. മനോരമ ചാനലല്ല, മനോരമ പത്രം. ഇതൊന്നും ചെയ്യാൻ പാടില്ല. കയറ്റിയാൽ കൊടുക്കുകയാണ്. അതൊന്നും നടക്കത്തില്ല. അവിടെ വെച്ച് അങ്ങനെ കൊടുത്താൽ ഞാൻ വേറെ പറയത്തില്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്ഷേപിച്ചിട്ടില്ല, ആക്ഷേപിക്കത്തുമില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അദ്ദേഹത്തെ വ്യക്തിപരമായി ഞാനൊന്നും പറയത്തില്ല, രാഷ്ട്രീയമായി ഞാൻ വിമർശിക്കും. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടുകളൊന്നും ഇപ്പൊ എനിക്ക് ബോധ്യപ്പെടുന്നതല്ല. പക്ഷെ അദ്ദേഹത്തോട്, അദ്ദേഹത്തിന്റെ സേവനങ്ങളോടും എന്നോട് സ്നേഹത്തോടൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓർമ്മ